ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൽ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പറ്റിയും ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പറ്റിയും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷനാണ്. ഈ ബ്ലാക്ക് ബോഡി എന്താണെന്ന് 5th സെമസ്റ്ററിൽ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. 5th സെമസ്റ്റർ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ തുടക്കുന്നത് തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷനിലെ അൾട്രാവയലറ്റ് കാറ്റസ്ട്രോഫിയും അതിൽ നിന്ന് പ്ലാങ്ക് എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്തത്, അങ്ങനെയുള്ള പ്ലാങ്ക്സ് ലോയും വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പ്ലാങ്ക്സ് ലോ വെച്ചിട്ടാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ അൾട്രാവയലറ്റ് കാറ്റസ്ട്രോഫി എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബോഡിയിൽ നമുക്ക് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റെഫാൻസ് ലോ. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനിലുള്ള പ്ലാങ്ക്സ് ലോയും സ്റ്റെഫാൻസ് ലോയും വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയും നമ്മളിവിടെ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഇതിൽ പറയേണ്ട കാര്യമൊന്ന്, ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് അറിയാം, അതിൽ വരുന്ന എല്ലാ ലൈറ്റിനെയും അത് അബ്സോർബ് ചെയ്യും. പിന്നെ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ഓരോ ടെമ്പറേച്ചറിലും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനിൽ ഏതെങ്കിലും ഒരു വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. അതായത് വളരെ ലോവർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആയിരിക്കും അത് കൂടുതൽ എമിറ്റ് ചെയ്യുക. പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെഡ് കളറുള്ള ലൈറ്റ് ആയിരിക്കും കൂടുതൽ എമിറ്റ് ചെയ്യുക. പിന്നെയും കൂടി വളരെ ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ വയലറ്റ്, അൾട്രാ വയലറ്റ് അങ്ങനെയുള്ള റേസ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടത് എമിറ്റ് ചെയ്യുക. ഇതിനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നമുക്കിവിടെ നോക്കാം. അപ്പം ഇവിടെ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് നമുക്ക് എനർജി പാക്കറ്റ്സ് അല്ലെങ്കിൽ ഫോട്ടോൺസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം, ഫോട്ടോൺ ഗ്യാസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഫോട്ടോൺസ് പരസ്പരം ഒരിക്കലും ഇൻട്രാക്ട് ചെയ്യില്ല, പക്ഷെ അത് ഇൻട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ ബ്ലാക്ക് ബോഡിയുടെ ഹോൾസുമായിട്ടായിരിക്കും. അപ്പോൾ ബ്ലാക്ക് ബോഡിയുടെ ഹോൾസുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും മറ്റും ചെയ്യുന്നത്. അപ്പം ഫോട്ടോൺസിൻ്റെ കേസിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് അവയുടെ സ്പിന്ന് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പോൾ 0 സ്പിന്നുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ബോസോൺസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമുക്ക് ബോസോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഈ ഫോട്ടോൺ എന്ന് പറയുന്നത് ഇൻ്റർവൽ സ്പിന്നല്ല, അത് 0 സ്പിന്നാണ്. അപ്പോൾ 0 സ്പിന്നുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ബോസോൺസ് ആണ്. സോ വി ക്യാൻ കൺസിഡർ ദിസ് ഫോട്ടോൺസ് as bosons and they will obey Bose-Einstein statistics. അപ്പോൾ ഈ Bose-Einstein statistics ഉപയോഗിച്ച് നമ്മൾ പ്ലാങ്ക്സ് ലോ ഉണ്ടാക്കാൻ പോകുന്നു. അതിൽ നിന്ന് നമ്മൾ സ്റ്റെഫാൻസ് ലോയും വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയും ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് എനർജി ഇൻ ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ എന്താണെന്ന് കുറേ ക്ലാസ്സുകളായി നമ്മൾ പഠിക്കുന്നു. ജി എപ്സിലോൺ, എഫ് എപ്സിലോൺ, ഡി എപ്സിലോൺ ആയിരിക്കും. അതിൽ എഫ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഇവിടെ ഫോട്ടോൺസ് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് ഒബേ ചെയ്യുക എന്ന് പറയാം. അപ്പം ബോസ്-ഐൻസ്റ്റീൻ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് ബി എന്ന് എഴുതുന്നു. അപ്പോൾ എഫ് ബി എപ്സിലോൺ ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/e⁴ പ്ലസ് എപ്സിലോൺ ബൈ KT - 1 ആണ്. അത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്, ഈ ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് n എപ്സിലോൺ d എപ്സിലോൺ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എപ്സിലോൺ d എപ്സിലോൺ ഡിവൈഡഡ് ബൈ e⁴ പ്ലസ് എപ്സിലോൺ ബൈ KT - 1. അപ്പോൾ ഇതിൽ e⁴ എന്താണെന്ന് വെച്ചാൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇപ്പം മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമുക്കറിയാം n എപ്സിലോൺ d എപ്സിലോൺ എന്നുള്ളതിനെ a ഇൻറ്റു e⁻⁻ എപ്സിലോൺ ഡിവൈഡ് ബൈ KT എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തു പോയിരുന്നു. അപ്പോൾ അവിടെ എ എന്ന് പറയുന്നതിനെ നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതുണ്ടാക്കിയപ്പോൾ ഇവിടെ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റിയും മോളിക്കുലാർ സ്പീഡും ഒക്കെ പറഞ്ഞപ്പം ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിച്ചത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. എ എന്ന് പറയുന്നതിനെ എന്നിന്റെ ടൈമിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ അതിനെ n⁻ d⁻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്തത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്ത കാര്യമാണ് പറയുന്നത്.
അപ്പോൾ ഈ ആൽഫ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റന്റ് എ എന്ന് പറയുന്നതിനെ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നിന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത് ഫോട്ടോണിന്റെ നമ്പർ ഒരിക്കലും കൺസേർവ്ഡ് അല്ല. കൺസർവേഷൻ ലോസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, എന്തൊരു പ്രോസസ്സ് നടക്കുമ്പോഴും അതിന് മുമ്പും അതിന് ശേഷവും നമ്പർ ഓഫ് എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ അതിന്റെ നമ്പർ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി സെയിം ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, കൺസേർവ്ഡ് എന്ന് പറയാം. ഇപ്പോൾ എനർജി കൺസർവേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പും ശേഷവും എനർജി ഒന്ന് തന്നെ, ടോട്ടൽ എനർജി ഒന്ന് തന്നെയാണെന്നുകൊണ്ടാണ് നമ്മളതിനെ അവിടെ എനർജി കൺസേർവ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പും ശേഷവും ടോട്ടൽ മൊമെന്റം സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ മൊമെന്റം കൺസേർവ്ഡ് എന്ന് പറയും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോഡി റേഡിയേഷന് ഒരു ബ്ലാക്ക് ബോഡി എന്തെങ്കിലും ഒരു സാധനം എമിറ്റ് ചെയ്യാണ്, ഒരു റേഡിയേഷൻസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യാണ്. അതിന് മുമ്പും, അതായത് ആ പ്രോസസ്സിന് മുമ്പും ആ പ്രോസസ്സിന് ശേഷമുള്ള ഫോട്ടോണിന്റെ നമ്പർ ഒരിക്കലും കൺസേർവ്ഡ് അല്ല. റേഡിയേഷൻ എമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫോട്ടോൺസ് ഉണ്ടായത്, അതിനു മുമ്പ് ഫോട്ടോൺസ് ഇല്ലായിരുന്നു. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോട്ടോണിന്റെ നമ്പർ ഒരിക്കലും എന്തല്ല, കൺസേർവ്ഡ് അല്ല. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പും അത് നടക്കുന്നതിന് ശേഷവും ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഒരിക്കലും സെയിം ആയിരിക്കില്ല. അപ്പോൾ ഈ ഫോട്ടോണിന്റെ നമ്പർ കൺസേർവ്ഡ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ആൽഫ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമുക്കങ്ങനെ ഫോട്ടോൺ നമ്പറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഫോട്ടോണിന്റെ നമ്പർ കൺസേർവ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ ആൽഫ എന്ന് പറയുന്നതിന് നമുക്ക് ഒന്നായിട്ട് എടുക്കാം. ആൽഫ 1 എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് എടുക്കാം. സോ സിൻസ് ദ ഫോട്ടോൺ നമ്പർ ഈസ് നോട്ട് കൺസേർവ്ഡ്, വി ക്യാൻ ടേക്ക് ദാറ്റ് കോൺസ്റ്റന്റ് ആൽഫ as 1 or alpha is equal to 0. ആൽഫ 0 എന്ന് പറഞ്ഞാൽ ആൽഫ 1 തന്നെയാണ്. So from there we can write that equation 3 can be rewritten as n epsilon d epsilon is equal to g epsilon d epsilon divided by epsilon by kt minus 1. അപ്പോൾ നമുക്ക് n epsilon d epsilon എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിംഗ് എനർജി ഇൻ ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. g epsilon d epsilon എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ഹാവിംഗ് എനർജി ഇൻ ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. അപ്പോൾ നമ്മൾ ഈ g epsilon d epsilon ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. So we are going to find what is this number of energy state. അപ്പോൾ ഈ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നറിയാം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ഈക്വൽ ടു വോളിയം ഓഫ് സ്പേസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വൺ സെൽ. അതായത് ഒരു സെല്ലിന്റെ വോളിയം, ആ ടോട്ടൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സെൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ വോളിയം, അതുപോലെ തന്നെ ഒരു സെല്ലിന്റെ വോളിയം, അതുപോലെ തന്നെ അത് കണ്ടുപിടിച്ചിട്ട് ആ ഫേസ് സ്പേസിൽ ടോട്ടൽ വോളിയം എന്താണെന്ന് എന്നുള്ള ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ വോളിയം ഓഫ് ഫേസ് സ്പേസ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അതൊരു 6 ഡയമെൻഷണൽ സ്പേസ് ആണ്. പൊസിഷൻസ് കോർഡിനേറ്റും അതുപോലെ തന്നെ മൊമെന്റം കോർഡിനേറ്റും ഉണ്ടാവും. അപ്പോൾ വോളിയം ഓഫ് സ്പേസ് കണ്ടുപിടിക്കുമ്പോൾ വോളിയം ഓഫ് പൊസിഷൻ സ്പേസ് ഇൻറ്റു വോളിയം ഓഫ് മൊമെന്റം സ്പേസ് എന്ന് നമുക്ക് പറയാം, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വൺ സെൽ. ഇനി ഒരു സെല്ലിന്റെ വോളിയം എന്താ നമുക്ക് നോക്കാം. എക്സ് കോർഡിനേറ്റിലുള്ള ഒരു സെല്ലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്ന ഡെൽറ്റ എക്സും വൈ കോർഡിനേറ്റിൽ ഡെൽറ്റ വൈയും സെഡ് കോർഡിനേറ്റിൽ ഡെൽറ്റ ഇസഡും അതുപോലെ പി എക്സ് മൊമെന്റത്തിൽ ഡെൽറ്റ പി എക്സും അതുപോലെ വൈ മൊമെന്റം ഡെൽറ്റ പി വൈയും സെഡ് മൊമെന്റത്തിലുള്ള വിഡ്ത്ത് ഡെൽറ്റ പി വൈയും ആണെങ്കിൽ വോളിയം ഓഫ് സെൽ എന്ന് പറയുന്നതിന് നമുക്ക് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഇൻറ്റു ഡെൽറ്റ പി വൈ ഇൻറ്റു ഡെൽറ്റ പി സെഡ് എന്ന് എഴുതാം. അപ്പോൾ അതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി വൈ ഇൻറ്റു ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ പി സെഡ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്തായിരിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ പി എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π ആണ്. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ എച്ച് ബൈ 4πക്ക് അല്ലെങ്കിൽ എച്ചിന് ഈക്വലന്റ് ആയിരിക്കും എന്ന് പറയാം. ഈ എച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് എച്ച് എന്നറിയാം. സിമിലർലി ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി വൈ എച്ച് എന്നറിയാം. ഡെൽറ്റ ഇസഡ് ഇൻറ്റു ഡെൽറ്റ പി സെഡ് എച്ച് എന്നറിയാം. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഡെൽറ്റ പി വൈ ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ പി സെഡ് എന്ന് പറയുന്നത് നമുക്ക് എച്ച് ക്യൂബ് ആയിരിക്കും കിട്ടുക. സോ വോളിയം ഓഫ് വൺ സെൽ, അതായത് മിനിമം ഒരു സെല്ലിനുണ്ടാകുന്ന വോളിയം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, എച്ച് ക്യൂബ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് ഫ്രം ദിസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഇക്വേഷൻ 6നെ ഞാൻ ഇക്വേഷൻ 5ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ വോളിയം ഓഫ് പൊസിഷൻ സ്പേസ്, അത് വി ആണ് എന്ന് നമുക്ക് എടുക്കാം.
പിന്നെ വോളിയം ഓഫ് മൊമെന്റം സ്പേസ് എങ്ങനെയാണ് ചെയ്യാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. എങ്കിലും ഒന്നും കൂടി പറയുന്നു. പി എന്ന് പറയുന്ന റേഡിയസ് ഉള്ള, അതായത് മൊമെന്റം പി എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ എടുക്കുന്നു. ആ സ്ഫിയറിന്റെ മുകളിൽ ഡി പി എന്ന് പറയുന്ന തിക്നെസ് ഉള്ള ഒരു ഷെൽ ഉണ്ടാവും. അപ്പോൾ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 4πp² ഇൻറ്റു ഡി പി ആയിരിക്കും. പിന്നെ വോളിയം ഓഫ് വൺ സെൽ എച്ച് ക്യൂബ് ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് V ഇൻറ്റു 4πp² ഡി പി ഡിവൈഡഡ് ബൈ എച്ച് ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. അപ്പം ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്, അല്ലെങ്കിൽ ഫോട്ടോൺ ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഈ മൊമെന്റത്തിനെ നമ്മൾ വേവ് ലെങ്തിൻ്റെയോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെയോ ടൈമിൽ എഴുതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ മൊമെന്റം എന്ന് പറയുന്നതിനെ കണ്ടുപിടിക്കാൻ h/λ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നത് വളരെ രസകരമായ ഇക്വേഷനാണ്. മൊമെന്റം എന്ന് പറയുന്നത് അതിനു മുമ്പ് വരെ, അതായത് 1900 വരെ ഉദ്ദേശിച്ചിരുന്നത് പാർട്ടിക്കിളിനുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അതുപോലെ h/λ എന്ന് പറയുന്ന വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് വേവ്സിനുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ ഈ P = h/λ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയും വേവ് പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഒരു മിക്സിങ്ങിനെ കാണിക്കുന്ന ഒരു ഇക്വേഷൻ കൂടിയാണ്. അപ്പോൾ P = h/λ എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ലാംഡ ഐ ആം റൈറ്റിംഗ് ദാറ്റ് ഇറ്റ്സ് ഈക്വൽ ടു c/nu. സോ വി ക്യാൻ റൈറ്റ് മൊമെന്റം P = hν ഡിവൈഡഡ് ബൈ c. അവിടുന്ന് ഡി പി എന്താണെന്ന് അത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടും. എച്ചും സിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് h dν ഡിവൈഡഡ് ബൈ c എന്ന് എഴുതി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. And I am applying that equation number 8 and equation number 9 on equation number 7. So we can write the number of energy state as V into 4πh³ nu² dν divided by c cube into h³. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള h³ ക്യാൻസൽ ആകുന്നു. So we will get V into 4π nu² dν divided by c cube. ഇതാണ് നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ്. ദാറ്റ് ഈസ് ഹാവിംഗ് എനർജി ഇൻ ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്ന എനർജി ഉള്ള ഒരു ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ആയിരിക്കും. കാരണം എപ്സിലോൺ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ എന്ന് പറയുന്ന എനർജി ഉള്ള ഒരു ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ പ്ലസ് ഡി ന്യൂ ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ഹാവിംഗ് എനർജി ഇൻ ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ എന്ന് പറയുന്നതും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിംഗ് എനർജി ഇൻ ബിറ്റ്വീൻ ഹാവിംഗ് ഫ്രീക്വൻസി ഇൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ജി എപ്സിലോൺ ഡി എപ്സിലോൺ എന്നുള്ളതിന് നമുക്ക് ജി ന്യൂ ഡി ന്യൂ എന്നും എഴുതാം. സോ ഐ ക്യാൻ റൈറ്റ് ജി എപ്സിലോൺ ഡി എപ്സിലോൺ ഓർ ജി ന്യൂ ഡി ന്യൂ ആസ് V into 4π nu² dν ഡിവൈഡഡ് ബൈ c cube. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലും 2 ഫോട്ടോൺസിനെ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാം. കാരണം 2 ഇൻഡിപെൻഡൻറ്റ് പോളറൈസേഷൻ ഓരോ ഫോട്ടോൺസിനും പോസിബിൾ ആണ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെങ്കിൽ 2 സ്റ്റേറ്റ്സ് ഓഫ് പോളറൈസേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓരോ സ്റ്റേറ്റിലും 2 ഫോട്ടോണിനെ വേണമെങ്കിൽ മാക്സിമത്തിന് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനെ നമുക്ക് വി ക്യാൻ മൾട്ടിപ്ലൈ by 2. So we can write this g nu d nu as V into 4π nu² dν divided by c cube. Sorry, ഒന്നുകൂടി പറയുന്നു, g nu d nu is equal to V into 8π nu² dν divided by c cube. Let it is equation number 11. അപ്പോൾ ജി ന്യൂ ഡി ന്യൂ എന്താണെന്ന് ഒന്നും കൂടി എഴുതുന്നു. V into 8π nu² dν by c cube ആണ്. That is equation number 11. And we are going to find the number of particles having energy in between epsilon and d epsilon. We know that equation. ആ equation, fourth equation ഞാൻ ഒന്നുകൂടി ഇവിടേക്ക് എഴുതുന്നു എന്നുള്ളൂ. n epsilon d epsilon is equal to g epsilon d epsilon e raised to epsilon by kt minus 1. അതുതന്നെയാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. n epsilon d epsilon എന്ന് വെച്ചാൽ അറിയാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഹാവിങ് എനർജി ഇൻ ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. അത് തന്നെയാണ് എന്ത്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീക്വൻസി ഇൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ. അപ്പോൾ എൻ എപ്സിലോൺ ഡി എപ്സിലോൺ എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ ജി ന്യൂ ഡി ന്യൂ എന്ന് എഴുതാം. സോ ജി ന്യൂ ഡി ന്യൂ എൻ എപ്സിലോൺ ഡി എപ്സിലോൺ എന്നുള്ളതിന് പകരം നമുക്ക് എൻ ന്യൂ ഡി ന്യൂ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് എൻ ന്യൂ ഡി ന്യൂ ഈസ് ഈക്വൽ ടു ജി ന്യൂ ഡി ന്യൂ ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1. ഒന്നുകൂടി പറയുന്നു, എൻ ന്യൂ ഡി ന്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീക്വൻസി ഇൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ. ജി ന്യൂ ഡി ന്യൂ എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിങ് ഫ്രീക്വൻസി ഇൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ. അതിൽ ഇക്വേഷൻ ജി ന്യൂ ഡി ന്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അത് ഇക്വേഷൻ നമ്പർ 11 ആ ഇക്വേഷൻ നമ്പർ 11 നമ്മൾ ഇക്വേഷൻ നമ്പർ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദെൻ വി ആർ ഗെറ്റിംഗ് എൻ ന്യൂ ഡി ന്യൂ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു 8π nu² dν ഡിവൈഡഡ് ബൈ c ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1. ആ ഇ റേസ് ടു എച്ച് ന്യൂ എന്ന് വന്നത് എപ്സിലോൺ എന്ന് പറയുന്ന എനർജിയാണ്. എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് നമുക്ക്
വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 13. അപ്പോൾ ഇതിൽ നമുക്ക് പ്ലാങ്ക്സ് ലോ എങ്ങനെ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ നോക്കാം. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം സംതിങ് ഡിവൈഡ് ബൈ വോളിയം. അപ്പോൾ എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ എനർജി ഡിവൈഡ് ബൈ വോളിയം. അപ്പോൾ വി ആർ ഗോയിങ് ടു ഫൈൻഡ് എനർജി ഡെൻസിറ്റി. യു ഡി എന്താണെന്ന് കണ്ടുപിടിക്കാൻ. യു എന്ന് പറഞ്ഞാൽ ന്യൂ പ്ലസ് ഡി ഇത്രയും ഫ്രീക്വൻസിക്കിടയിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഓഫ്, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എനർജി ഡിവൈഡഡ് ബൈ വോളിയം. എനർജി എന്ന് വെച്ചാൽ എന്താ, എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീക്വൻസി ഇൻ ബിറ്റ്വീൻ ന്യൂ പ്ലസ് ഡി അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണെന്നറിയാം, ഡി ആണ്. ഒരു പാർട്ടിക്കിളിൻ്റെ എനർജി എന്താണെന്നറിയാം, എച്ച് ആണ്. അതായത് എന്ന് പറയുന്ന ഫ്രീക്വൻസി ഉള്ള പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് എച്ച് ആണെന്നറിയാം. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എച്ച് ഡി ആയിരിക്കും. ഒന്നും കൂടി പറയുന്നു, എനർജി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻറ്റു എനർജി, എത്ര പാർട്ടിക്കിൾ ഉണ്ട് ഇൻറ്റു എനർജി ഓഫ് പാർട്ടിക്കിൾസ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡി ആൻഡ് ഡിവൈഡ് ബൈ വോളിയം. അത് നമ്മൾ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡി എന്താണെന്നുള്ളത് നമുക്കറിയാം, ഇക്വേഷൻ നമ്പർ 13. ആ ഇക്വേഷൻ നമ്പർ 13 ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. സോ എച്ച് ഇൻറ്റു വി 8π² ഡി ഡിവൈഡഡ് ബൈ സി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എച്ച് ബൈ കെ ടി മൈനസ് 1 ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം അതിൽ വോളിയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വി തന്നെയാണ്. അപ്പോൾ ആ വോളിയം അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തുണ്ട്, വി ഉണ്ട്. ആ വിയും പരസ്പരം ക്യാൻസൽ ആവും. പിന്നെ ബാക്കി ന്യൂ ആകും. അപ്പോൾ അങ്ങനെ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു 8πh ഡി ഡിവൈഡഡ് ബൈ സി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എച്ച് ബൈ കെ ടി മൈനസ് 1. ഇതാണ് എനർജി ഡെൻസിറ്റി. എന്തു തമ്മിലുള്ള എനർജി ഡെൻസിറ്റി, ഹാവിങ് ദ പാർട്ടിക്കിൾസ് ഓർ ദ ഫോട്ടോൺസ് ഹാവിങ് ഫ്രീക്വൻസി ഇൻ ബിറ്റ്വീൻ ന്യൂ പ്ലസ് ഡി ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാങ്ക്സ് ലോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാങ്ക്സ് ലോ ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ പ്ലാങ്ക്സ് ലോ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഇക്വേഷനിൽ തന്നെ ഫ്രീക്വൻസിയിലല്ല വേവ് ലെങ്ത്തിലാണ് ഞാൻ എഴുതുന്നതെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് സി ബൈ ലാംഡയാണ്. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എന്ന് പറയുന്നത് മൈനസ് സി ഡി ലാംഡ ബൈ ലാംഡ സ്ക്വയർ ആണ്. അത് രണ്ട് ഞാൻ ഇക്വേഷൻ 17ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ടൈംസ് ഓഫ് വേവ് ലെങ്ത് വി ക്യാൻ റൈറ്റ് യു ലാംഡ ഡി ലാംഡ ഈസ് ഈക്വൽ ടു 8πc ലാംഡ റേസ് ടു മൈനസ് 5 ഡി ലാംഡ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി മൈനസ് 1 നമുക്ക് എഴുതാം. സോ പ്ലാങ്ക്സ് ലോ ഫ്രീക്വൻസിയുടെ ടൈമിലും പ്ലാങ്ക്സ് ലോ വേവ് ലെങ്ത്തിൻ്റെ ടൈമിലും നമ്മളവിടെ എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ട് ലോയുടെ കാര്യം കൂടി പറഞ്ഞു, വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയും സ്റ്റെഫാൻസ് ലോയും. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് നമുക്കൊന്ന് നോക്കാം. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, എഴുതിയത് വായിക്കാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവ് ഫോർ ഡിഫറെന്റ് ടെമ്പറേച്ചർ വിൽ പീക്ക് അറ്റ് ഡിഫറെന്റ് വേവ് ലെങ്ത് ആൻഡ് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. അതായത് ഓരോ ടെമ്പറേച്ചറിലും നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വേവ് ലെങ്ത്തിലായിരിക്കും എന്തുണ്ടാവുക, പീക്ക് ഉണ്ടാവുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ലാംഡ മാക്സ് അല്ലെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാകുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയുമെന്ന് നമുക്ക് പറയാം. നമുക്കറിയുന്ന കാര്യമാണ്. നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ നോക്കുകയാണെങ്കിൽ പീക്ക് ഉണ്ടാവുക ഇൻഫ്രാറെഡ് റേഡിയേഷനിലാണ്. ടെമ്പറേച്ചർ കുറച്ച് കൂടുമ്പോൾ അതിൻ്റെ പീക്ക് ഉണ്ടാകുന്നത് പിന്നെ റെഡിലാണ്. അതായത് എന്താ സംഭവിക്കുന്നത്, ആ ഇതിൻ്റെ മാക്സിമം റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു, കുറയുന്നു. ലാംഡ മാക്സ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡിൽ നിന്ന് റെഡിലേക്ക് കുറയുന്നു. പിന്നെയും ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ആ ലാംഡ മാക്സിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് റെഡിൽ നിന്ന് വീണ്ടും കുറഞ്ഞ് എവിടെയായിരിക്കും വരിക, ഓറഞ്ചിലായിരിക്കും, പിന്നെ ഗ്രീനിലായിരിക്കും. അങ്ങനെ വളരെ ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ് അൾട്രാ വയലറ്റ് വേറെ വേണമെങ്കിൽ എത്തപ്പെടാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ആ ഒരു കർവായിട്ട് ഞാനവിടെ വരച്ചിരിക്കുന്നു എന്നുള്ളൂ. അതായത് 3500 കെൽവിൻ എന്ന് പറയുന്ന ലോവർ ടെമ്പറേച്ചറിൽ അവിടെ കാണുന്നത് റെഡിലാണ്. പിന്നെ കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ 4000 കെൽവിനിൽ അതിൽ ഏകദേശം ഓറഞ്ചിലേക്ക് വന്നു. പിന്നെ ടെമ്പറേച്ചർ കൂടി 5500 കെൽവിൻ ആയപ്പോൾ നമുക്ക് ഏകദേശം ഗ്രീനിൽ കിട്ടി. അപ്പം അങ്ങനെയാണ്, ഇതിനെയാണ് നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുക. അതായത് മാക്സിമം വേവ് ലെങ്ത്, അതായത് എമിറ്റ് ചെയ്യുന്ന മാക്സിമം റേഡിയേഷൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു. അതും എങ്ങനെയാണ്, ഈ
വേവ് ലെങ്ത്തും ടെമ്പറേച്ചറും എന്താണ് പരസ്പരം ഇൻവേഴ്സലി പ്രൊപ്പോർഷണലുമാണ്. അതിനാണ് നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. ഈ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഇവിടെ നിന്ന് ഈ പ്ലാങ്ക്സ് ലോയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എടുത്ത് കണ്ടുപിടിക്കാം. എനർജി ഡെൻസിറ്റി എന്താണെന്ന് നമ്മൾ വേവ് ലെങ്ത്തിൻ്റെ ടൈമിൽ എഴുതിയിരുന്നു കുറച്ച് മുമ്പ്. യു ലാംഡ ഈക്വൽ ടു 8πhc ലാംഡ റേസ് ടു -5 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു hc ബൈ ലാംഡ KT-1 ആണ് എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറയുന്നതാണ് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി. അപ്പം മാക്സിമം ലാംഡയുടെ വാല്യൂ മാക്സിമം ആവുന്ന സമയത്ത് വിനോ du ബൈ d ലാംഡ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ മാക്സിമം മിനിമ തിയറി കുറേ കാലമായി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് വെൻ ലാംഡ is at extreme value, then we can write that du by d lambda will be 0. So I am trying to find it. അല്ലെങ്കിൽ ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. d by d lambda 8πhc lambda raised to -5 divided by e raised to hc by lambda max KT-1 equal to 0. അപ്പം അതിൽ 8πhc എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഒരിക്കലും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആവില്ല. സോ യു ക്യാൻ റൈറ്റ് d by d lambda of lambda raised to -5 e raised to hc by lambda max KT-1 equal to 0 നമുക്ക് കിട്ടും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതിയിട്ട് ഷെയർ ചെയ്യാം. അത് ഇതിൽ പറയുകയാണെങ്കിൽ 3-4 സ്റ്റെപ്പ് ഉണ്ടാവും. ഈ ക്ലാസ് ഭയങ്കര ലെങ്തി ആയിപ്പോൾ ഭയങ്കര ബോറാവും. അപ്പോൾ അത് 4-5 മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുള്ളൂ. ദാറ്റ് ഐ വിൽ ഷെയർ വിത്ത് യു. അപ്പം ഇതിൽ നിന്ന് d by d lambda lambda raised to -5 divided by e raised to hc by lambda max KT-1 equal to 0 എന്ന് പറയുന്നത് കിട്ടുന്നത് എപ്പോൾ മാത്രമാണ്? hc by lambda max KT എന്ന് പറയുന്നതിന് 4.965 എന്ന് പറയുന്ന വാല്യൂ ഉള്ളപ്പോൾ മാത്രമാണ്. അപ്പോൾ hc by lambda max KT is equal to 4.965 എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാംഡ മാക്സ് ഇൻറ്റു ടി എന്നെ ഞാൻ ന്യൂമറേറ്ററിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ദെൻ വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു hc ഡിവൈഡ് ബൈ 4.965. hc ബൈ 4.965. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. c എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2.898 ഇൻറ്റു 10⁻³ മീറ്റർ കെൽവിൻ എന്ന് കിട്ടും. അല്ലെങ്കിൽ ലാംഡ മാക്സ് ഇൻറ്റു ടി ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 3 എന്ന് വേണമെങ്കിൽ പറയാം. 3 ഇൻറ്റു 10⁻³ മീറ്റർ കെൽവിൻ ആണ് നമുക്ക് കിട്ടും. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? ലാംഡ മാക്സ് ഇൻറ്റു ടി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്താ കിട്ടേണ്ടത്? ലാംഡ മാക്സ് ഇൻറ്റു ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ വി proved or we derived the Wien's displacement law by using this. ഒരു ലോയും കൂടി നമുക്കിതിൽ വരുന്നുണ്ട്, സ്റ്റെഫാൻസ് ലോ. സ്റ്റെഫാൻസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. റേഡിയേഷൻ എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് ബ്ലാക്ക് ബോഡി. അതായത് ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, ടോട്ടൽ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തിനും പ്രൊപ്പോർഷണലാണ്? ടെമ്പറേച്ചറിന്റെ 4th പവറിന് പ്രൊപ്പോർഷണലാണ്. അതായത് R ഈസ് ഈക്വൽ ടു R ഈസ് പ്രൊപ്പോർഷണൽ ടു T⁻⁴ or R ഈസ് ഈക്വൽ ടു സിഗ്മ T⁻⁴ എന്ന് പറയാം. സോ റേഡിയേഷൻ കമ്മിങ് ഔട്ട് പെർ യൂണിറ്റ് ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ. അതിൽ നിന്ന് ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം. ഈ ഒരു യൂണിറ്റ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ റേഡിയേഷൻ കമ്മിങ് ഔട്ട് ഓഫ് യൂണിറ്റ് ഏരിയ, ഔട്ട് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എനർജി ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ എനർജി ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും റേഡിയേഷൻ കമ്മിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഡെൻസിറ്റി എന്താണ് എന്ന് ഫ്രീക്വൻസി ടൈമിൽ നമുക്കറിയാം. യു 8πhν³ ഡിവൈഡഡ് ബൈ c³ e raised to hν ബൈ KT-1 ആണെന്നറിയാം. ഇതെന്ന് പറയുന്ന എനർജി ഡെൻസിറ്റിയാണ് ഹാവിങ് ഫ്രീക്വൻസി ന്യൂ. അപ്പോൾ എൻ്റയർ ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വി നീഡ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം ഫ്രീക്വൻസി ഫ്രം 0 to ഇൻഫിനിറ്റി. വേവ് ലെങ്ത് അല്ല ഞാനവിടെ എഴുതിയത്, ഫ്രീക്വൻസിയാണ്. എനർജി ഡെൻസിറ്റി ഓർ എൻ്റയർ ഫ്രീക്വൻസിയാണ്. വേവ് ലെങ്ത് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എന്നാലും ഫ്രീക്വൻസി എന്ന് എഴുതാം അവിടെ. യു ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി യു ഡ്യൂ നമുക്ക് എഴുതാം. ആ യു ഡ്യൂ എന്താണെന്ന് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഐ ആം integrating it, that is equal to integral 0 to infinity 8πhν³ divided by c³ e raised to hν by KT-1 dν നമുക്ക് എഴുതാം. അപ്പോൾ അതിൽ കോൺസ്റ്റന്റ് ടൈംസ് ഒക്കെ പുറത്തെടുത്ത് ഞാൻ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ ഇന്റഗ്രേഷൻ ആസ് 8π⁵ k⁻⁴ T⁻⁴ divided by 15 c³ h³. ഈ ഇന്റഗ്രേഷനും എന്താണ് എന്നുള്ളത് ഒരു നോട്ടിൽ തരാം. 3-4 സ്റ്റെപ്പുള്ളൂ. അത് പക്ഷേ ഇതിൽ അവിടെ പറയുകയാണെങ്കിൽ അത് കുറച്ച് ലെങ്തി ആവും ഈ ക്ലാസ്. So the energy density is equal to U equal to 8π⁵ k⁻⁴ T⁻⁴ divided by 15 c³ h³ ആണ്. അതിൽ 8ഉം പൈയും കെയും 15ഉം സിയും എച്ചും ഒക്കെ കോൺസ്റ്റന്റ് ആണ്. സോ ദ ടോട്ടൽ വിൽ ബി എ കോൺസ്റ്റന്റ്. സോ ഐ ക്യാൻ റൈറ്റ് U ഈക്വൽ ടു A ഇൻറ്റു T⁻⁴. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്തൊരു പ്രൊപ്പോർഷണലാണ്? T⁻⁴ പ്രൊപ്പോർഷണലാണ്. റേഡിയേഷൻ കമ്മിങ് ഔട്ട്
പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണലുമാണ്. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ദ ആർ ഓർ റേഡിയേഷൻ ദാറ്റ് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു T⁴, or we can write that R equal to a constant sigma into T⁴. ആ സിഗ്മയെയാണ് നമ്മൾ സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് എന്നിവിടെ പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് സ്റ്റെഫാൻസ് ലോയും നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ബോസ്-ഐൻസ്റ്റീൻ നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്, ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസ് എന്ന് പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഒബേ ചെയ്യുന്നത്. കാരണം അവ ബോസോൺസ് ആണ്, അവ സീറോ സ്പിൻ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഈ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ നിന്ന് നമ്മൾ പ്ലാങ്ക്സ് ലോ ഡിറൈവ് ചെയ്തെടുത്തു. അതിൽ നിന്ന് തന്നെ നമ്മൾ പിന്നെ സ്റ്റെഫാൻസ് ലോയും വിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയും ഡിറൈവ് ചെയ്തെടുത്തു. ഓക്കെ, താങ്ക് യു.